അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ ജ്യേഷ്ഠൻ ജസീറിനെ തിരഞ്ഞ് അതാ സഫീർ നടക്കുകയാണ്. എവിടെയുമില്ല. മായയുടെ വീട്ടിലേക്ക് പോയി നോക്കണോ? അങ്ങനെ ഏതാ അവൻ ഇറങ്ങുന്നു. എന്നാൽ അവന് പാതി വഴിയിൽ വെച്ച് തോന്നി, ഇല്ല, അത് മോശമാണ്. അത് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ ജസീർ അവിടെ ഉണ്ടെങ്കിൽ അവനക്കൊരു മോശമായിരിക്കും. അവൻ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. ഉമ്മ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല. കാരണം അവൾ ഇസ്ലാമിലേക്ക് വരാൻ വരെ തയ്യാറായ സ്ഥിതിക്ക് ഒരിക്കൽ പോലും ഉമ്മ ഇത്രമാത്രം മോശമായ രീതിയിൽ മകനെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു. ജസീറിൻ്റെ കാര്യത്തിൽ സഫീറിനും അല്പം വിഷമം തോന്നി. എന്നാൽ അതാ മായയുടെ വീട്ടിൽ ആ ചെറിയ ഓലപ്പുരയിൽ അന്ന് തീ പുകഞ്ഞിരുന്നില്ല. മായയുടെ അമ്മ കടുത്ത പനി ബാധിച്ച് അതാ ബോധമില്ലാതെ കിടക്കുകയാണ്. അന്ന് അവൾ, എന്തു പറ്റി മോളെ? എനിക്ക് ശരീരം മുഴുവൻ തീ പോലെ പുകയാണ്. എനിക്ക് ഒന്നിനും കഴിയുന്നില്ല മോളെ. എനിക്കിന്ന് പുളിക്കൽ തറവാട്ടിലേക്ക് പോകുവാനും കഴിയുന്നില്ല. അമ്മ, നിങ്ങൾ പോകാൻ കഴിയുന്നില്ലെങ്കിൽ അമ്മ അവിടെ കിടന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി തരാം. മോളെ, അവിടെ പണിയെടുത്താൽ മാത്രമല്ലേ നമ്മളെ വീട്ടിലേക്ക് ഒരു പിടി അരി കിട്ടുള്ളൂ. പിന്നെ അമ്മൻ്റെ മരുന്നിനുള്ള ക്യാഷൊക്കെ എത്തും. ഇന്ന് അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. എന്തെന്നല്ലാത്ത ഒരു അനാഥത്വവും ഭയവും എനിക്ക് തോന്നുകയാണ്. എൻ്റെ കുട്ടി ഒറ്റപ്പെട്ട് പോകുമോ എന്ന ഭയം എനിക്ക് മോളെ തീരെ വയ്യ. എന്നാൽ ആ ഭയത്തേക്കാൾ വലിയൊരു കടൽ അവളുടെ ഉള്ളിൽ ഇരുമ്പുന്നുണ്ടായിരുന്നു. അവളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. അത് ജസീറിനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ അടയാളമായിരുന്നു. പക്ഷേ വിധിയുടെ കളിയിൽ ജസീർ ഇന്ന് അവളുടെ കൂടെയില്ല. ഒരിക്കൽ പോലും അവളോട് പുളിക്കൽ തറവാട്ടിലേക്ക് കയറരുത് എന്നുകൂടെ പറഞ്ഞതുകൊണ്ട് അവനെ ഒന്ന് കാണുവാൻ പോലും പറ്റുന്നില്ല. അതുമാത്രമല്ല, ചുറ്റുമുള്ള സമൂഹം ഇതറിഞ്ഞാൽ അവളെ ജീവനോടെ വെച്ചേക്കില്ല എന്നുള്ള ഭയം ഒരു വശത്ത്. അതുമല്ല, തൻ്റെ കുടുംബക്കാർ ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ കുഞ്ഞിനെ ഗർഭം ചുമന്ന് ഞാനിവിടെ ജീവിക്കുക എന്നറിഞ്ഞാൽ അത് അവരുടെ മതത്തിൻ്റെ ചട്ടക്കൂടുകളിലേക്ക് ഒരിക്കലും കടക്കുകയില്ല എന്ന് മാത്രമല്ല, പരിപാടികളായാലും എന്തായാലും ഞങ്ങളെ ക്ഷണിക്കില്ല എന്നറിയാം. എല്ലാവരും ഒറ്റപ്പെടുത്തും. കാരണം അന്യജാതിയിലുള്ള ഒരു ആളുടെ കുഞ്ഞിനെ ഗർഭം ചുമന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അവൾക്ക് എന്തെന്നറിയുന്നില്ല. എന്താ റബ്ബ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇനി ഒന്ന് കാട്ടുക. അമ്മയാണെങ്കിലും പനി പിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നവൾ തോന്നിപ്പോവുകയാണ്. പക്ഷേ ഈ ഇരുട്ടിലും അവളുടെ മനസ്സിൽ കരിന്തിരി കത്താതെ ഒരേ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ഇസ്ലാം ദീനിനോടുള്ള പ്രണയമായിരുന്നു. ഗ്രാമത്തിൻ്റെ ആ വലിയ പള്ളികളിൽ നിന്ന് കേൾക്കുന്ന 5 നേരം കേൾക്കുന്ന ആ ഒരു ബാങ്കുലികൾ അത് അവളുടെ ഹൃദയത്തിൽ തട്ടി വിളിക്കാറുണ്ടായിരുന്നു. ആ വിളി കേൾക്കുമ്പോഴൊക്കെ അവളുടെ ഉള്ളിലെ വിഷമങ്ങൾ അലിഞ്ഞു പോകും. ആ സമയം അവൾ ആ തട്ടമിട്ടുകൊണ്ട് അതാ വീട്ടിലെ ആ ഒരു ചെറിയ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് സ്വയം പറയും, ഇത് മായയല്ല, ഇത് ആയിഷയാണ്. എനിക്ക് ആയിഷയാകണം. എനിക്ക് ഇസ്ലാം ദീൻ അതിലേക്ക് വരണം. അത് ഇനി എന്തൊക്കെ തന്നെയാലും എനിക്കൊരു ഹിന്ദുവായി ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് മുസ്ലിം ആകണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ഇനിയൊരു നിമിഷം കാത്തു നിൽക്കാനും അവൾക്കായില്ല. അവൾ അമ്മയുടെ അരികിലെത്തി. അമ്മക്കുള്ള ഭക്ഷണമെല്ലാം കൊടുത്തു. അത് മരുന്നും കൊടുത്തു. മോളെ, അമ്മ ഞാനിപ്പോൾ വരാട്ടോ. മോൾ എങ്ങോട്ടാ പോകുന്നത്? മോളെ, തികച്ചും ഒരു ഒറ്റപ്പെടൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതെ, ആരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് മോളെ. സത്യമായിട്ടും മോളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത് എല്ലാവർക്കും, എന്നെ കുടുംബക്കാർ വരെ എന്നെ എതിർക്കുന്ന പോലെയാണ്. ഇപ്പോൾ എങ്ങനെയൊക്കെയോ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് നിൻ്റെ മനസ്സിൽ. അതെ, അല്ലെങ്കിൽ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ള കാര്യം എൻ്റെ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ആകപ്പാടെ എൻ്റെ ആങ്ങളെ പോലും ഇന്നലെ എന്നെ കണ്ട് മിണ്ടാതെ തല താഴ്ത്തി പോവുകയാണ് ചെയ്തത്. ഒരു വേണ്ടാത്തൊരു നോട്ടം എൻ്റെ നേർക്ക് നോക്കി. മോളെ, നമ്മൾ ഇനി എന്താ ചെയ്യുക? അത് നമ്മൾക്കിപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും നമ്മളൊരു ഭാരമായി മാറിയിരിക്കുകയാണ് മോളെ. എന്താ ഞാൻ ചെയ്യുക? എൻ്റെ ആങ്ങളമാർ, എൻ്റെ വീട്ടുകാർ ഒക്കെ എന്നെ പരിഹസിക്കുന്ന രീതിയിലാണ്. മോളെ വളർത്തുദോഷം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മോളെ ആരാരുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. എനിക്ക് അങ്ങനെയാണ് മോളെ. മമ്മ, നിങ്ങളൊന്നും ആലോചിക്കില്ലേ?
അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പനി പിടിച്ചത്. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. മോളെ, എന്ത് കാര്യം? ഞാൻ ഒരിടം വരെ പോയിട്ട് വരാം. മോൾ എങ്ങോട്ടേ ഈ അവസ്ഥയിൽ? ഇനി എന്താ ചെയ്യുക? ആ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കുക എന്നല്ലാതെ ഇപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്നിട്ട് ഉമ്മ, അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എനിക്ക് തോന്നി ഉമ്മ, സത്യത്തിൻ്റെ മതം അതാണെന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിലേക്ക് ഓരോന്ന് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മോളെ, ഇനിയും എല്ലാവരെയും വെറുപ്പിക്കണോ മോളെ? ഏതായാലും കൂട്ടുകുടുംബങ്ങളൊക്കെ വെറുത്തു. ഇന്നലെ എൻ്റെ ആങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു സ്നേഹമായിരുന്നു. ഇത് കേട്ടറിഞ്ഞിട്ടായിരിക്കും. എന്നാൽ പെട്ടെന്ന് അതാ വീട്ടിലേക്ക് 2 സ്ത്രീകൾ ഒരാണിൻ്റെ കൂടെ കടന്നു വരുന്നു. ആരുല്ലേ? മോളെ, വാതിൽ തുറന്നു കൊടുത്തേ. മായ അത് വാതിൽ തുറന്നു കൊടുക്കുന്നു. ഓ, ഇതെന്താ തട്ടക്കെട്ട്? അതെ, അത് അമ്മയുടെ കുടുംബക്കാരായിരുന്നു. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അനിയത്തിയൊക്കെ ആയിട്ട്. ഓ, അല്ല, എന്താണ് പത്മാവതി ഈ കേട്ടത്? എനിക്ക് സത്യം പറഞ്ഞ കേട്ടപ്പോഴാകെ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. അതെ, നമ്മളെ മതത്തിൽ നിന്ന് നമ്മളങ്ങനെ വിട്ടു പോകാൻ പാടുണ്ടോ? അതിന് ആരാ വിട്ടുപോയത്? ഒന്നുമില്ലല്ലോ. അല്ലേ, ഞാൻ പറയാ, ഇതിപ്പോൾ ആകെ ഫ്ലാഷ് അയക്കണേ. ആങ്ങളെ വിളിച്ച് പറഞ്ഞു ഇവരോടൊന്ന് ഉപദേശിച്ച് കൊടുക്കാൻ പറഞ്ഞുകാണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിക്കണ്. ഇവിടെ വാ. പത്മാവതി അമ്മയുടെ അരികിലേക്ക് അവർ വന്നിട്ട് പറഞ്ഞു, ഓള് കേൾക്കണ്ട, ആ പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടാൻ പറഞ്ഞിക്കണോള്. അതെങ്ങാനും ഓളെങ്ങാനും അന്യമതത്തേക്ക് പോട്ടെ, പിന്നെ അവളെ കാല് തല്ലി ഒടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ഭൂമി പരിസരത്ത് അവളെ കണ്ടേക്കരുത് എന്നാണ് പറഞ്ഞിരിക്കണത്. എന്നാൽ പത്മാവതി അമ്മക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. അതെ, നമ്മളെ ആങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഓളെങ്ങാനും അങ്ങനെ കേട്ട് കുടുംബത്തിൻ്റെ മാനം എങ്ങാനും നഷ്ടപ്പെടുത്തിട്ട് അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരിക്കണേ. ശരിക്കും പത്മാവതിയോ അമ്മ തകർന്നു പോകുകയായിരുന്നു. എന്താ മോളെ ചെയ്യുക? ഓരോന്നും അങ്ങനെ ആയിപ്പോയില്ലേ. അതൊക്കെ കുറച്ച്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വീട്ടിലേക്ക് നമ്മൾ ജോലിക്ക് പോകാൻ പാടില്ലത്രേ. പോയി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പലതും ഒപ്പിക്കും അത്രേ. പിന്നെ ഓല ആളൊഴുകുകയും ചെയ്യും. അതാണ് സ്ഥിരം അവരുടെ പരിപാടി. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ആ ഒരു കുടുംബത്തിന് ഒരു വിള്ളൽ വരുത്തിക്കാണ് ആ മായ എന്നുള്ള ഓള് ചെയ്തിക്കണത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഇനി അവളെ കൂട്ടി വരികയും തറവാട്ടിലേക്ക് കടക്കുകയും ചെയ്തെന്ന് പറഞ്ഞിരിക്കണത് എന്നോട്. പക്ഷേ എനിക്ക് പൊറുതിയോടുകൊണ്ടാണ് ഞാൻ വന്നത്. മായ അവർക്കുള്ള ചായയെല്ലാം ഉണ്ടാക്കി വെച്ചു അപ്പോഴേക്കും. എന്നാൽ അതാ പറഞ്ഞു, അതേ, എൻ്റെ കൈകൊണ്ട് ചായ കുടിക്കാമെന്ന് എനിക്ക് താല്പര്യമില്ല. ഈ തറവാടിനെ ആകപ്പാടെ മാനം കെടുത്തിക്കണ് അല്ലേ? ആകപ്പാടൊരു ചർച്ച വയ്ക്കണം. നമ്മളെന്ന് വെച്ചാൽ വലിയ തറവാട്ടുകാരായിരുന്നു നമ്മൾ. പിന്നെ നിൻ്റെ അമ്മ പത്മാവതി എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീ, അതായത് ഓളും തന്നെ അവിടുത്തെ ജോലിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതേ വൃത്തിയാണ്. ആങ്ങളെ പറയുന്നുണ്ട്, ഓളന്നെ മാനം കെടുത്തി പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവൾ അതിനേക്കാളും വലിയ മാനക്കേടിലാക്കി. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേര് ആ കുടുംബത്തിൽ നിന്ന് തന്നെ വെട്ടി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മായ എല്ലാം കേട്ട് ഞെട്ടി. അത് കുഞ്ഞച്ചി, ഞാൻ ഒരിക്കലും വേണ്ട, ഈ ഒന്നും പറയണ്ട. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരാനുള്ളത് വഴിയിൽ തങ്ങൂലല്ലോ. ചായ ഇതാ. വേണ്ട, എൻ്റെ ചായ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അതെ പത്മാവതിയെ, മോളെ പറഞ്ഞ് മനസ്സിലാക്കുക. വേഗം തിരിച്ച്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനല്ലേ, ഞങ്ങൾ പോവാണ്. പിന്നെ പത്മാവതി, നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞേക്കണേ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇവിടെ ആകെ നാറ്റിച്ചിക്കണോള്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തറവാട്ടുക്ക് അനക്കും ഓൾക്കും പ്രവേശനമില്ല. പത്മാവതി കരയുകയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ വിധി. അവർ ദേഷ്യത്തോടെ ചായ പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി. അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. കരയണ്ട മോളെ, നിന്നെ കൊണ്ടല്ലപ്പോൾ. അമ്മ, ഞാൻ എന്ത് ചെയ്യാനാ ഇനി? ഞാനല്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ജീവിക്കണമല്ലോ. ഒന്നെങ്കിൽ ഹിന്ദുവായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ജീവിക്കാഞ്ഞാൽ പറ്റില്ല. നമുക്കും വേണ്ടി ജീവിച്ചു പോവുക. ഇതിപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാവുമ്പോഴേ ആകപ്പാടെ വിഷമം തന്നെയാണ്. ഉമ്മ, എനിക്ക് ചില തീരുമാനങ്ങളുണ്ട്. നിങ്ങൾ എനിക്ക് സമ്മതം തരികയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. മോള് പോയി വാ. എങ്ങോട്ടെന്ന് വെച്ചാൽ. പിന്നെ ഇനിയും ചതിയിലൊന്നും പെടരുത്. ഇല്ല, ഞാൻ ഒരിക്കലും പോവില്ല. അങ്ങനെയതാ അവൾ നേരെ പോയത് തൊട്ടടുത്തുള്ള ആ ഒരു വലിയ പള്ളിയിലേക്കായിരുന്നു. നടക്കുമ്പോൾ അവൾക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം ജസീറിൻ്റെ കുഞ്ഞിൽ വയറ്റിൽ വളരാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണവും അതിൻ്റെ
പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ശരിക്ക് ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുവാനോ ഒന്നും കഴിയുന്നില്ല. ആകപ്പാടെ ഛർദിയും ക്ഷീണവും കൊണ്ട് അവൾക്ക് നടക്കാൻ തന്നെ വളരെയധികം പ്രയാസമുള്ളത് പോലെയായിരുന്നു. എന്നാൽ പള്ളിയുടെ അരികിലേക്ക് എത്തിയപ്പോൾ അവൾ ശരിക്കും തളർന്നു വീണു. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ അവൾക്ക് വല്ലാത്ത ഭാരമായി തോന്നി. കാരണം ഒരു ഭാഗത്ത് അമ്മയുടെ കുടുംബക്കാരുടെ വാക്കുകളും ചീത്തകളും അതെല്ലാം കേൾക്കണം. എൻ്റെ അമ്മയാണെങ്കിൽ അവരും തളർന്നു കിടക്കുക. എന്നാൽ പുളിക്കൽ തറവാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരും തന്നെ അവിടുത്തെ ഉമ്മ വല്ലാതെ പഴിചാരുകയാണ്. അമ്മക്കൊരു സമാധാനവും സുഖവും നൽകുന്നില്ല. അവൾക്ക് എന്തെന്നില്ലാത്തൊരു പ്രയാസം. അവൾ ആ പള്ളിയിലെ അരികിലെ ആ മതിലിനോട് ചാരി അവൾ അല്പസമയം ഇരുന്നു. ഒരടി നടക്കാൻ കഴിയാത്ത അവസ്ഥ. വഴിയിൽ ആളുകളുടെ പലതരം നോട്ടങ്ങൾ അവൾ കണ്ടില്ലെന്ന് നടിച്ചു. അതെ, ആരൊക്കെ തന്നെ ചൂണ്ടി എന്തൊക്കെയോ പറയുന്നുണ്ടോ എന്നറിയുന്നില്ല. പള്ളിയുടെ മുമ്പിലെ ആ ഒരു ശാന്തമായ അന്തരീക്ഷത്തിലെത്തിയപ്പോൾ അവളുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. അതെ, പഠിച്ചവനോടെല്ലാം തുറന്നു പറയണം, എൻ്റെ പ്രാർത്ഥന പഠിച്ച റബ്ബ് കേൾക്കും എന്നുള്ള രീതിയിൽ ആ മതിലിനോട് ചാരിയുള്ള ആ ഒരു പടവിൽ അവൾ പതുക്കെ ഇരുന്നു. വിങ്ങി പൊട്ടിക്കരഞ്ഞു. പഠിച്ചവനെ, ഞങ്ങൾക്കാരുമില്ല, എല്ലാവരാലും ഞങ്ങൾ വെറുക്കപ്പെട്ടതാണ്, ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ അല്ല. അവളിതാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നു. പെട്ടെന്നാണ് അതുവഴി ആ പള്ളിയിലെ ഉസ്താദ് അതുവഴി വരുന്നത്. അതെ, ഒരു യുവാവായ ഉസ്താദ്. കരഞ്ഞു തളർന്ന് തട്ടമിട്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഉസ്താദ് അത്ഭുതത്തോടെ അത് കണ്ടു. അടുത്തേക്ക് വന്ന് ചോദിച്ചു, മോളെ, ഇവിടെ ഇരിക്കുന്നത്? എന്ത് നിൻ്റെ സങ്കടം? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചതാണോ? ഉസ്താദ് വളരെ വാത്സല്യത്തോടെ ചോദിച്ചു. മായ കണ്ണീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടു പോയ രീതിയിലാണ് ഉസ്താദേ, ഞങ്ങൾക്കാരുമില്ലാത്ത അവസ്ഥ. എന്താ കുട്ടി നീ പറയുന്നത്? ഞാൻ ആരെങ്കിലും വിളിക്കണോ? വേണ്ട ഉസ്താദേ. അതെ, ആ സുന്ദരനായ യുവാവായ ഉസ്താദിൻ്റെ ശബ്ദം. അത് ഞാൻ ആരെങ്കിലും വിളിക്കാം, അല്ലാതെ ഈ അവസ്ഥയിൽ ഇവിടെ എന്താ ഒറ്റപ്പെട്ടങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. പിന്നെ നിൻ്റെ ബാക്കിലായിട്ട് ഫുള്ള് പള്ളിക്കാടാണ്, കബറാളികളാണ് ഇഷ്ടം പോലെ. ഇവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നത്ര നല്ലതല്ല. എഴുന്നേറ്റ് വാ, എന്തെങ്കിലും ഞാൻ ആരോടെങ്കിലും പറയട്ടെ? ഉസ്താദേ, വേണ്ട, പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കാരുമില്ല ഉസ്താദേ, ഞാനും എൻ്റെ അമ്മയും മാത്രം, വേറെ ആരും ഞങ്ങൾക്കില്ല. എൻ്റെ മനസ്സിൽ ആരോടും പറയാൻ പറ്റാത്തത്ര വിഷമങ്ങളുണ്ട്. മോളെ, നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മായ എന്നാണ്. അത് കേട്ട് ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി. എന്ത്, മായോ? എന്ത് ഈ രൂപത്തിലൊക്കെ? ഉസ്താദേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെ, ഈ പള്ളിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. ആരാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും മതമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരാം. ഉസ്താദ് അവളെ ആശ്വസിപ്പിച്ചു. എന്നാലും ഈ ഒരു അവസ്ഥയിൽ എന്താ ഇവിടെ ഇങ്ങനെ മഴയത്ത് വന്നിരിക്കുന്നത്? അവൾ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളുടെ ഭാരം അഴിച്ചു മാറ്റുവാൻ വേണ്ടി നിൽക്കുകയാണ്. ഉസ്താദിനോടെല്ലാം പറഞ്ഞാൽ ഒരു പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരിക്കും. ഉസ്താദേ, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി പറയൂ? നിങ്ങളുടെ വീട് എവിടെയാണ്? വരൂ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കി തരാം. അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഇരിക്കാൻ പാടില്ല. എന്നാൽ അവൾ സങ്കടം കൊണ്ട് ആകപ്പാടെ തളർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഏയ് കുട്ടി, എന്താ ഇവിടെ ഇങ്ങനെ? അവൾ, ഉസ്താദേ, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവൾ ആകെ തളർന്നു പോകുന്ന രീതിയിലായിരുന്നു. പെട്ടെന്ന് ഏയ് കാക്ക, ഒന്ന് വരുമോ? ഈ കുട്ടി ഇവിടെ തളർന്ന് കിടക്കുന്നു. അങ്ങനെയതാ പെട്ടെന്ന്, ഓ എന്താ കുട്ടിക്ക് പറ്റിയത്? ഒരു ഓട്ടോ പെട്ടെന്ന് കിട്ടിയിട്ട് ഒന്നൊരു ഓട്ടോ വിളിച്ച് ഒന്ന് വരുമോ? അപ്പോഴേക്കും ഒരു ഓട്ടോ അതുവഴി വന്നു. ഉസ്താദും അദ്ദേഹം കൂടി ആ കുട്ടി തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി. എന്താ പറ്റിയത്? ഞാൻ വരുന്ന സമയത്ത് ഈ കുട്ടി കരഞ്ഞിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ബോധരഹിതയായി വീഴുന്നത് കണ്ടത്. ഓ, എന്താണാവോ ഈ കുട്ടിയൊക്കെ എന്താ ഒറ്റയ്ക്ക് ഇവിടെ ഇറങ്ങി നടക്കണ് എന്ന് കരുതി. അതെ, ആ ഒരു ഹോസ്പിറ്റലിന് മുമ്പിലേക്കൊന്ന് എത്തണം. പാവം ആ ഉസ്താദ് തന്നെയാണ് അതിന് നേതൃത്വം നൽകിയത്.
ഉസ്താദ് അതാ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. കൂടെ അയാളും. അതേ, ഞാൻ ഇനി വരണ്ടല്ലോ, ഞാൻ ഈ ഓട്ടോയിൽ അങ്ങോട്ട് പോട്ടെ. കൂടെ നിന്ന കാക്ക അത് പറഞ്ഞപ്പോൾ ശരിക്കും ഉസ്താദ് വിചാരിച്ചു, പഠിച്ചോനെ ഇതിപ്പോൾ അല്ല സാരല്ല, ഒരാൾ രക്ഷിക്കല്ലേ, ഒരാളെ ജീവൻ രക്ഷിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലിട്ടേണ്ട കാര്യമല്ലേ. അദ്ദേഹം പോയി അവളെ അവിടെ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളിവരുടെ അത് ഞാൻ ആരുമല്ല, പക്ഷേ വഴിയിൽ കണ്ടപ്പോൾ ഓ അങ്ങനെയാണോ, അങ്ങനെ അത് ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതുപോലെ യൂറിൻ അതൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കണം, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ വന്നതെന്ന്. എന്നാൽ ഉസ്താദിനോട് പെട്ടെന്ന് തന്നെ ഡോക്ടർ ചോദിച്ചു, ഇവർ ഗർഭിണിയാണോ? അത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ലേ ഇവർ ഗർഭിണിയാണോ എന്നുള്ളത്? ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ ഇത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ. ഓ അങ്ങനെ, ഓക്കെ. ഉസ്താദിനോട് അതാ കാര്യങ്ങൾ പറയുന്നു. അതായത് ഈ കുട്ടി ഗർഭിണിയാണ്. ഈ കുട്ടി ഗർഭിണിയായിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, 2 ആഴ്ചയായിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടി കാര്യമായിട്ട് ഭക്ഷണം കാര്യങ്ങളും കെയറിങ് ഒന്നുമില്ല, ടെൻഷനായിട്ടാണ് ഇപ്പോൾ ഈ ഒരു അബോധാവസ്ഥയിലുള്ളത്. ഗ്ലൂക്കോസ് കയറ്റി കെടുത്തിയിട്ടുണ്ട്. എന്നാലും ബന്ധുക്കളെ വിളിച്ചോളൂ, കാരണം ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ തന്നെയും ഒരാൾക്ക് ഉപകാരം ചെയ്യുകയല്ലേ എന്ന് കരുതിയിട്ട് ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം അവരുടെ ബന്ധുക്കൾ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നും കരുതി. പക്ഷേ ബന്ധുക്കളാരും വന്നില്ല. ആ കാക്കയോടൊന്ന് ശരിക്കൊന്ന് പറഞ്ഞയച്ചായിരുന്നെങ്കിൽ അത് അയാൾ വേഗം പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഡോക്ടർ? ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുക, ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുക, എങ്കിൽ മാത്രമേ അവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, ആ കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷി അവളുടെ ശരീരത്തിലില്ല. കാരണം ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവളാകെ തളർന്നു പോയ രീതിയിലാണ്. ഉസ്താദിന് ആകെപ്പാട് ടെൻഷൻ തോന്നി. ഈ കുട്ടിക്ക് ആരുമില്ലേ? എന്നോട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആരുമില്ല എന്ന്. ഇനിയിപ്പോൾ ആരായിരിക്കും ഉള്ളത്? ഉമ്മയുണ്ട് എന്നെന്തോ പറഞ്ഞല്ലോ. ഇതിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കും? എനിക്കറിയുന്നില്ലല്ലോ. പക്ഷെ ആ കുട്ടിക്ക് എന്തോ ഒന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ തട്ടമിട്ട് നടക്കാൻ കാരണം എന്താണ്? പേര് മായയാണെന്ന് പറഞ്ഞു. പക്ഷെ തട്ടമിട്ട് നടക്കുന്ന ഈ കുട്ടിക്ക്, അതും ഈ പള്ളിയുടെ അടുത്ത് വന്ന ഈ കുട്ടി ഇങ്ങനെ നിൽക്കാൻ എന്തായിരിക്കും കാരണം? എന്തൊക്കെ തന്നെയാലും അവൾ പൂർണ്ണമായിട്ട് അവൾ ആരോഗ്യത്തോടെ കണ്ണ് തുറക്കട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ചോദിക്കണം, റഹ്മാനെ എന്തായിരിക്കും ബുദ്ധിമുട്ട്, ആരൊക്കെ ഉള്ളത് ഒന്നൊന്നും എനിക്ക് അറിയുന്നില്ല റബ്ബേ. എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞ് ഗ്ലൂക്കോസ് എല്ലാം അവളുടെ ശരീരത്തിലെത്തിയപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു. എന്നാൽ പെട്ടെന്ന് നഴ്സ് ചോദിക്കുന്നു, ആരാണ് ഇതിന് ഉത്തരവാദി? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടോ? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഒരു പ്രായം കൂടിയ സിസ്റ്ററായിരുന്നു അത് ചോദിച്ചത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് ചോദിച്ചപ്പോൾ. ഇങ്ങനെ ഓരോന്നിൽ വന്ന് പെട്ടുപോകും. പിന്നെ ഏതോ ഒന്നും അറിയാതെ. അതല്ല, നിങ്ങളുടെ കൂടെയുള്ള ആ ഉസ്താദാണോ ഇതിന് ഉത്തരവാദി എന്നുള്ള ചോദ്യത്തിന് അവൾ ഒരു നിമിഷം പറഞ്ഞു, അല്ല, ഒരിക്കലുമല്ല. എന്നാൽ അതെ, ആ കുട്ടി കണ്ണു തുറന്നിട്ടുണ്ട്. ഉസ്താദ് ഒരു നിമിഷം ഞെട്ടി. എങ്കിലും അദ്ദേഹം വിചാരിച്ചു, ഒരാളുടെ ജീവൻ രക്ഷിക്കല്ലേ, പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും. അങ്ങനെ കരുതിയിട്ട് ഉസ്താദ് അങ്ങോട്ട് ചെന്നു. കുട്ടിയുടെ വീട്ടിലാരുള്ളത്? എൻ്റെ ഉമ്മ മാത്രമേ ഉള്ളൂ. ഓ അതല്ല, നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഭർത്താവ് എന്താ? അവൾ മൗനം പാലിച്ചു. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. അതെ, കുട്ടി എന്തോ ചതിയിൽ പെട്ടിട്ടുണ്ട്. ആരോ കുട്ടിയെ ഗർഭിണിയാക്കി കടന്നു കളഞ്ഞിട്ടുണ്ട്. ഓ കുട്ടി, എന്തായാലും അവർ നമുക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. അതല്ല, കുട്ടി അറിയാതെയാണോ അതോ? ശരിക്കും ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ട് അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. എന്നാൽ ഒരു നിമിഷം അവൾ പറഞ്ഞു, ഉസ്താദേ, എൻ്റെ ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴെനിക്ക് എൻ്റെ മനസ്സിൽ വേറെ പല ചിന്തകളാണ് ഉള്ളത്. എന്താ മോളെ നിൻ്റെ വിഷമം? നീ വിഷമിക്കേണ്ടതില്ല, കാര്യം എന്നോട് പറയേ, നമ്മൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റും, ഞാൻ നോക്കട്ടെ. ഉസ്താദ് ആശ്വസിപ്പിച്ചു. മായ തൻ്റെ സങ്കടങ്ങളുടെ ഉള്ളിലെ ഭാണ്ഡം അഴിച്ചു മാറ്റി. ഉസ്താദേ, എനിക്ക് ഇസ്ലാം ദീനിനോട് വല്ലാത്ത മുഹബത്താണ്. പള്ളിയിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിളി കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ മാറും. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ അമ്മക്ക് സുഖമില്ല. ഇതൊരിക്കലും എൻ്റെ വീട്ടിൽ അറിയിക്കണ്ട. എൻ്റെ അമ്മ സങ്കടപ്പെടും. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. അമ്മ ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വരുമാനങ്ങളെ ഞങ്ങൾക്കുള്ളൂ.
അവർ തരുന്ന അരിയോ കുറച്ച് പൈസയൊക്കെ മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. എനിക്ക് അതിലേറെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉസ്താദേ. എനിക്ക് എൻ്റെ മനസ്സിൽ വല്ലാതെയുണ്ട്. എനിക്കൊരു മുസ്ലിം ആകണം. മായ എന്ന പേര് മാറി എനിക്ക് ആയിഷയാകണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹം. അവളുടെ വാക്കുകൾ കേട്ട ഉസ്താദ് ഒരു നിമിഷം നിശബ്ദനായി. അവൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അവളുടെ കണ്ണുകളിലെ സങ്കടവും ആ വലിയ പണ്ഡിതൻ തിരിച്ചറിഞ്ഞു. എങ്കിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഉസ്താദ് വളരെ ദയയോടെ ചോദിച്ചു, മോളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം നീ പറയണം. നീ എടുക്കുന്ന തീരുമാനം ഏതെങ്കിലും ഒരാളുടെ പ്രലോഭനത്തിന് വഴങ്ങിയാണോ? ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചിട്ടാണോ നീ ഇവിടേക്ക് വന്നത്? അതോ ആരുടെയെങ്കിലും അഭിപ്രായത്തിന് വഴങ്ങിയാണോ? മായ തൻ്റെ നെഞ്ചിൽ കൈവച്ച് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇല്ല ഉസ്താദേ, ആരുടെയും പ്രലോഭനം കൊണ്ടല്ല. എന്നെ ആരും നിർബന്ധിച്ചിട്ടുമില്ല. ഇത് എൻ്റെ മാത്രം ആഗ്രഹമാണ്. എൻ്റെ ഉള്ളിൽ അടങ്ങാത്ത ഇഷ്ടമാണ്. എനിക്ക് ഇസ്ലാമിൻ്റെ തണലിൽ ജീവിക്കണം. ആരുമില്ലാത്ത എനിക്ക് ദീൻ മാത്രമാണ് ഏക ആശ്വാസം. ഒരു നിമിഷം അതാ അവൻ ഓർത്തു, അല്ല, അപ്പോൾ നിൻ്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ്? അതെ, അതൊരു മുസ്ലിമിൻ്റേതാണ്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിത്തെരിച്ചു. വെറുതെയല്ല അവൾക്ക് ഇസ്ലാമിനോട് അത്രയൊരു ഇഷ്ടം. അവളുടെ ആത്മാർത്ഥത നിറഞ്ഞ ആ വാക്കുകൾ ഉസ്താദിൻ്റെ ഹൃദയത്തിൽ തട്ടി. ഉസ്താദ് മനസ്സിൽ കരുതി, ഒരാൾ നേർവഴിയിലേക്ക് അതായത് ഹിദായത്തിലേക്ക് തേടി വന്ന് വാതിൽക്കൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ തള്ളിപ്പറയരുത്. അത് ഇസ്ലാമിൻ്റെ അധ്യാപനമല്ല. ഇവൾക്ക് അറിവും സംരക്ഷണവും ജീവിക്കുവാനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഉസ്താദ് അവളോട് പറഞ്ഞു, മോളെ, അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ച ഈ വെളിച്ചം അവൻ പൂർത്തിയാക്കി തരും. നീ പേടിക്കണ്ട. നിനക്ക് പഠിക്കാനുള്ള സൗകര്യവും നിനക്കും നിൻ്റെ അമ്മയ്ക്കും വേണ്ട സംരക്ഷണവും ഞങ്ങൾ ചെയ്തു തരാം. നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി നിന്നെ നമ്മൾ ഇസ്ലാമിലേക്ക് സ്വീകരിക്കും. ആ വാക്കുകൾ കേട്ടതും മായയുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. എന്നാൽ ആ സമയം അതാ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് മനോഹരമായ ബാങ്കുലി അതാ മുഴങ്ങി തുടങ്ങിയിരിക്കുന്നു. ആ ബാങ്കുലി കേൾക്കുമ്പോൾ തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ കടിഞ്ഞാൻ മുറുക്കി അവൾ മനസ്സിൽ പറഞ്ഞു, ഇനി ഞാൻ മായയല്ല, ആയിഷയാണ്. എന്നാൽ ഡോക്ടർ വിളിപ്പിച്ചു, അതെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് ഗ്ലൂക്കോസ് കയറ്റി റെഡി ആയിട്ടുണ്ട്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ബില്ലെല്ലാം കൊടുത്ത് അതാ ഉസ്താദ് ഒരു ഓട്ടോയിൽ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുവാൻ ഒരുങ്ങുന്നു. മോളെ, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോര്. ഞാനും നീ ഒരുമിച്ച് ഓട്ടോയിൽ പോകുന്നത് കാണുമ്പോൾ അതൊരു തെറ്റിദ്ധാരണക്ക് വകവെക്കും. അതുകൊണ്ട് മോൾക്ക് ഭയമുണ്ടോ? അതോ ഞാൻ ആക്കിത്തരണോ? എന്താണ് ഞാൻ വേണ്ടത്? ഉസ്താദേ, ഞാൻ പോയിക്കോളാം, എനിക്കറിയാം. എന്നാ മോളെ, ഈ ക്യാഷ് പിടിക്ക്. ഞാനും നിൻ്റെ പിറകിലായിട്ട് ഒരു ഓട്ടോയിൽ വരാം. കാരണം ആളുകളുടെ ഇടയിൽ നമ്മൾ ഒരിക്കലും തെറ്റുകാരാവരുത്. തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ ഒരു ചരിത്രം പിന്നീട് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. നീ നല്ല ജീവിതത്തിൽ നല്ല വഴിയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവൽ നിനക്കുണ്ടാകും മോളെ. അങ്ങനെ അതാ ഓട്ടോറിക്ഷയുടെ പണം കൊടുത്ത് അവളുടെ കൈകളിൽ ഏൽപ്പിച്ച് അവൾ ഓട്ടോയിൽ കയറ്റി. തൊട്ടു പിറകെയായിട്ട് അതാ ഉസ്താദ് മറ്റൊരു ഓട്ടോയിൽ കയറി പോവുകയാണ് ചെയ്തത്. കാരണം തെറ്റിദ്ധാരണ ആരുടെ ഇടയിലും ഉണ്ടാകാൻ പാടില്ല. ഒരു ഇബിലീസിൻ്റെ ഷെറും ഉണ്ടാകാൻ പാടില്ല. കാരണം ആണും പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ഇബിലീസ് വരും എന്നതാണ് ഉസ്താദ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധാപൂർവം അതാ അവർ രണ്ടു പേരും ഓട്ടോകളിലായിട്ട് യാത്ര ചെയ്യുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഉസ്താദ് അവൾക്കൊരു പ്രചോദനമായി അവൾക്ക് ഇസ്ലാം ദീനിനെ പഠിക്കുവാനുള്ള എല്ലാം തയ്യാറാക്കി കൊടുക്കുമോ? എന്നിട്ട് അവൾ ആയിഷയായി വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.